യേശുമിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. മിശിഹായിലെ ഏറ്റവും സ്നേഹമുള്ളവരെ, ജപമാല മാസത്തിലെ 6-ാം ദിവസമായി ഇന്ന് പരിശുദ്ധ അമ്മയോട് ചേർന്ന് നമ്മൾ ധ്യാനിക്കുന്നത് ദൈവത്തിന് മഹത്വം നൽകുക എന്ന ഒരു ശുശ്രൂഷയെക്കുറിച്ചാണ്. അമ്മയോടൊപ്പം എന്ന ഈ ശുശ്രൂഷയുടെ 6-ാം ദിവസമായി ഇന്ന് പ്രത്യേകമായ നിയോഗം വെച്ച് നമ്മൾ ജപമാലയിൽ പ്രാർത്ഥിക്കുന്നതും ദൈവികാരാധനയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന നിയോഗം ശാരീരികമായ രോഗമുള്ള വ്യക്തികൾക്ക് വേണ്ടിയുള്ള പ്രത്യേകമായ ശുശ്രൂഷയാണ്. രോഗികളായി കഴിയുന്ന എല്ലാ വ്യക്തികളിലേക്കും കർത്താവായ ദൈവത്തിൻ്റെ കരുണയും സൗഖ്യവും കടന്നു വരാൻ വേണ്ടി ഈ ദിവസം പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥതയുടെ ജപമാല ചൊല്ലി നമുക്ക് പ്രാർത്ഥിക്കാം. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായം 46-ാം തിരുവചനം ഇപ്രകാരം പറയുന്നുണ്ട്. അവിടെ പരിശുദ്ധ മാതാവ് പറയുന്നത് ഇപ്രകാരമാണ്: എൻ്റെ ആത്മാവ് കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു. പരിശുദ്ധ മറിയം പറയുക, എൻ്റെ ആത്മാവ് കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു എന്നാണ്. നമ്മുടെ ജീവിതം പരിശുദ്ധ അമ്മയുടെ ജീവിതം പോലെ അനുഗ്രഹത്തിൻ്റെയും അഭിഷേകത്തിൻ്റെയും ഒരു ജീവിതമായി രൂപം കൊള്ളണമെങ്കിൽ നമ്മൾ പരിശുദ്ധ അമ്മയെപ്പോലെ ദൈവത്തിന് മഹത്വം കൊടുത്ത് ജീവിക്കുന്ന ഒരു ശൈലി നമ്മുടെ ജീവിതത്തിലും സ്വായത്തമാക്കാൻ നമുക്ക് സാധിക്കണം. പരിശുദ്ധ അമ്മയുടെ ജീവിതം മുഴുവനും ദൈവമായ കർത്താവിന് മഹത്വം നൽകി ജീവിച്ച ഒരു ശൈലിയായിരുന്നു. ദൈവത്തിന് മഹത്വം കൊടുക്കുക എന്ന് പറയുന്നത് അതൊരു മനുഷ്യൻ്റെ ജീവിത ലക്ഷ്യവും ജീവിതത്തിൻ്റെ കടമയുമാണ് എന്ന് നമ്മൾ തിരിച്ചറിയണം. പരിശുദ്ധ അമ്മയുടെ ജീവിതത്തിൽ ദൈവമായ കർത്താവ് പ്രവർത്തിച്ച അനേകം അനുഗ്രഹങ്ങൾ, മനുഷ്യ ജീവിതത്തിൻ്റെ ലക്ഷ്യമെന്ന് പറയുക ദൈവത്തിന് മഹത്വം നൽകി ദൈവത്തെ സ്തുതിച്ച് നമ്മൾ ജീവിക്കുക എന്നുള്ളതാണ്. നമ്മൾ പരിശുദ്ധ അമ്മയെ നോക്കുമ്പോൾ എലിസബത്ത് പുണ്യവതി തന്നെക്കുറിച്ച് നടത്തിയ സ്തുതി വചനങ്ങൾ ഇതെല്ലാം പരിശുദ്ധ അമ്മയിലേക്ക് ശേഖരിച്ചു വയ്ക്കുകയല്ല ചെയ്യുക. നമുക്ക് കാണാൻ സാധിക്കും, എലിസബത്ത് പുണ്യവതി പരിശുദ്ധ മാതാവിനെ കുറിച്ച് പറയുന്ന ഓരോ സ്തുതി വചനങ്ങളും ദൈവമായ കർത്താവിലേക്ക് പരിശുദ്ധ മാതാവ് സമർപ്പിക്കുകയാണ്. മഹത്വം നൽകുന്നത് ദൈവത്തിന് മാത്രമാണ്. അങ്ങനെ ദൈവമായ കർത്താവിന് മാത്രം മഹത്വം നൽകി ജീവിക്കുന്ന ഒരു ശൈലി ഈ ദിവസം നമുക്ക് സ്വന്തമാക്കാൻ ആഗ്രഹിച്ചു പ്രാർത്ഥിക്കാം. പഠന മേഖലയിൽ വലിയ ഉയർച്ച ലഭിക്കുമ്പോൾ, ശാരീരികമായ സൗഖ്യം നമുക്ക് ലഭിക്കുമ്പോൾ, നമ്മുടെ സാമ്പത്തിക മേഖല ഒരു അനുഗ്രഹമായി മാറുമ്പോൾ, ജോലി മേഖല കർത്താവ് ഉയർച്ച നൽകുമ്പോൾ, നമ്മുടെ കുടുംബ സമാധാനത്തിൻ്റെയും അഭിഷേകത്തിൻ്റെയും കുടുംബമായി മുന്നോട്ട് പോകുമ്പോൾ, പ്രിയമുള്ളവരെ, നമുക്ക് എത്ര പേർക്ക് ദൈവത്തിന് മഹത്വം നൽകാൻ സാധിക്കാറുണ്ട്? ഇതെല്ലാം എൻ്റെ കഴിവ്, ഇതെല്ലാം എൻ്റെ പരിശ്രമം, ഇതെല്ലാം എൻ്റെ അധ്വാനം, ഇങ്ങനെ ചിന്തിക്കുകയും ഇങ്ങനെ പറയുകയും ചെയ്യുന്ന ഒരു ശൈലി നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിൽ നമ്മളറിയണം, പരിശുദ്ധ അമ്മയെപ്പോലെ അതിന് ജീവിക്കുന്ന ഒരു ശൈലി നമ്മിലുണ്ടെങ്കിൽ നമ്മളറിയണം, പരിശുദ്ധ അമ്മയെപ്പോലെ ദൈവത്തിന് നമ്മൾ മഹത്വം നൽകുന്നില്ല. അമ്മയുടെ ജീവിതത്തിലുണ്ടായ ഓരോ അനുഗ്രഹവും ഓരോ ഉയർച്ചയും താൻ ദൈവമാതാവായി ഉയർത്തപ്പെടുന്നതുമെല്ലാം ദൈവമായ കർത്താവിന് പരിശുദ്ധ അമ്മ മഹത്വം നൽകി അത് ഏറ്റുപറയുകയാണ്. അതുകൊണ്ടാണ് കേട്ടോ, വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായം 46-ാം വചനത്തിൽ പരിശുദ്ധ മാതാവ് പറയുക, എൻ്റെ ആത്മാവ് ആരെ മഹത്വപ്പെടുത്തുന്നു? കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു. അതുകൊണ്ട് ഓരോ ദിവസവും ദൈവമായ കർത്താവ് നമുക്ക് നൽകുന്ന അനേകം അനുഗ്രഹങ്ങളെ ഓർത്ത്, ദൈവമേ, ഞാൻ അങ്ങേക്ക് നന്ദി പറയുന്നു, ഞാൻ അങ്ങയുടെ നാമത്തിന് മഹത്വം നൽകുന്നു. ഈ ഒരു അഭിഷേകത്തിലേക്ക് നമ്മുടെ ജീവിതം എന്ന് ഉയർത്തപ്പെടാൻ വേണ്ടി ആഗ്രഹിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. തൂബിതിൻ്റെ പുസ്തകം 13-ാമത്തെ അധ്യായം 7-ാമത്തെ വചനം ഇപ്രകാരം രേഖപ്പെടുത്തിയിരിക്കുകയാണ്. അവിടെ വചനം പറയുന്നത്, ഞാൻ എൻ്റെ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു എന്നാണ്. ഞാൻ എൻ്റെ ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണ്.
ഈ ദൈവത്തിന് മഹത്വം കൊടുക്കുക എന്നുള്ളത് എൻ്റെയും നിങ്ങളുടെയും നമ്മുടെ എല്ലാവരുടെയും ഒരു ദൗത്യമാണ്. ഇത് കടമയാണ്, നമ്മുടെ ജീവിത ലക്ഷ്യമാണ് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് തോബിതിൻ്റെ പുസ്തകം 13-ാം അധ്യായം 7-ാം വചനം പറയുന്നത് പോലെ ഞാൻ എൻ്റെ ദൈവത്തെ മഹത്വപ്പെടുത്തണം. 22-ാം സങ്കീർത്തനം 23-ാം വചനം വായിക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും. അവിടെ തിരുവചനം പറയുകയാണ്, യാക്കോബിൻ്റെ സന്തതികളെ അവിടുത്തെ മഹത്വപ്പെടുത്തുവിൻ. അപ്പോൾ ദൈവമായ കർത്താവിന് മഹത്വം നൽകുക, ദൈവമായ കർത്താവിന് മഹത്വം കൊടുക്കണം. ഇതെല്ലാം തിരുവചനം വീണ്ടും വീണ്ടും നമ്മെ ഓർമ്മപ്പെടുത്തുന്ന കാര്യങ്ങളാണ്. വീണ്ടും 99-ാമത്തെ സങ്കീർത്തനം 9-ാമത്തെ വചനം ഇപ്രകാരം നമുക്ക് വായിക്കാൻ സാധിക്കും. ദൈവമായ കർത്താവിനെ മഹത്വപ്പെടുത്തുവിൻ. ദൈവമായ കർത്താവിന് മഹത്വം നൽകുന്ന ഒരു ജീവിതശൈലി നമ്മുടെ ആത്മീയ മേഖലയിൽ പ്രവേശിച്ചു കഴിയുമ്പോൾ നമ്മുടെ ജീവിതത്തെ കർത്താവ് വീണ്ടും വീണ്ടും ഉയർത്തിക്കൊണ്ടിരിക്കും. ദൈവമേ, ഞാനൊന്നുമല്ല കേട്ടോ, നീയാണ് എൻ്റെ ജീവിതത്തിൻ്റെ സർവ്വസ്വവും. ഞാൻ നിനക്ക് മാത്രമാണ് മഹത്വം നൽകുക. എൻ്റെ ജീവിതത്തിൽ സംഭവിക്കുന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും, ജീവിതത്തിൽ ലഭിക്കുന്ന എല്ലാ നന്മകൾക്കും ദൈവമേ, അതൊന്നും എൻ്റെ അധ്വാനമല്ല, എൻ്റെ കഴിവല്ല, എൻ്റെ കഷ്ടപ്പാടല്ല. അതെല്ലാം അങ്ങയുടെ കൃപയാണ്, അതെല്ലാം അങ്ങയുടെ കരുണയാണ്, അതെല്ലാം അങ്ങയുടെ സ്നേഹമാണ് എന്ന് തിരിച്ചറിഞ്ഞ്, നല്ല ദൈവമേ, ഞാൻ പരിശുദ്ധ അമ്മയെ പോലെ അങ്ങേക്ക് മഹത്വം നൽകും. ഈ ഉറച്ച തീരുമാനം ഈ ദിവസം നമുക്ക് എടുക്കാൻ സാധിക്കണം. 50-ാമത്തെ സങ്കീർത്തനം 15-ാമത്തെ വചനം ഇപ്രകാരം പഠിപ്പിക്കുന്നുണ്ട്. അതായത് വചനം പറയുന്നത് ഇപ്രകാരമാണ്: അനർത്ഥകാലത്ത് എന്നെ വിളിച്ച് അപേക്ഷിക്കുക, ഞാൻ നിന്നെ മോചിപ്പിക്കും, നീ എന്നെ മഹത്വപ്പെടുത്തുകയും ചെയ്യും. നമ്മുടെയൊക്കെ ജീവിതത്തിലും അനർത്ഥങ്ങൾ സംഭവിക്കാറുണ്ട്, അനർത്ഥകാലങ്ങൾ കടന്നു വരാറുണ്ട്. ഒരു രോഗമില്ലാതെ ആരോഗ്യത്തോടെ ജീവിക്കുമ്പോൾ എത്രയും പേരാണ് കണ്ണുനീരോട് വന്ന് പറയുക, അതേ, അപ്രതീക്ഷിതമായി ഈ രോഗം എന്നെ പിടികൂടി. അപ്പം നമ്മുടെയൊക്കെ ശരീരത്തിൽ രോഗപീഠങ്ങൾ കടന്നു വരുമ്പോൾ, മറ്റു ജീവിതത്തിൽ അനർത്ഥങ്ങൾ കടന്നു വരുമ്പോൾ ദൈവമായ കർത്താവിൻ്റെ വചനം പറയുക, മക്കളെ, നിങ്ങൾ ദൈവത്തെ വിളിച്ച് അപേക്ഷിക്കുക, ഞാൻ നിന്നെ ആ മേഖലയിൽ നിന്ന് എന്ത് നൽകും? ഞാൻ നിനക്ക് മോചനം നൽകും, ഞാൻ നിന്നെ സുഖപ്പെടുത്തും. അപ്പം അനേക മേഖലയിൽ, നമ്മുടെ ജീവിതത്തിൻ്റെ അനേകം അനർത്ഥങ്ങളിൽ ദൈവമായ കർത്താവ് നമുക്ക് സൗഖ്യവും വിടുതലും നൽകുമ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ദൈവത്തിന് മഹത്വം നൽകുന്ന ഒരു വ്യക്തിയായി മാറുക എന്നുള്ളതാണ്. ഒരിക്കൽ ഒരു യുവാവ് താബോർ ശുശ്രൂഷ കൂടാൻ വേണ്ടി വരിക, പരിശുദ്ധ താബോർ മാതാവിൻ്റെ മാധ്യസ്ഥ നേടി കണ്ണുനീരോടെ യേശുവിൻ്റെ നാമം വിളിച്ച് പ്രാർത്ഥിക്കുന്നത് ആ വ്യക്തിയുടെ ശരീരത്തിലെ ഒരു രോഗം അത് സുഖപ്പെട്ട് കിട്ടാൻ വേണ്ടിയാണ്. ഈ യുവാവിന് മജ്ജയിൽ ക്യാൻസറാണ്. ഈ ക്യാൻസർ ബാധിച്ച ഈ മകൻ താബോറിൽ വന്ന് പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥ നേടി അത് കഴിഞ്ഞ് ശുശ്രൂഷയിൽ യേശുവിനെ വിളിച്ച് കണ്ണുനീരോട് പ്രാർത്ഥിക്കുന്നു. അത് കഴിഞ്ഞുള്ള കയ്യൊപ്പ് പ്രാർത്ഥനയിൽ ഈ മകൻ എന്നോട് പറഞ്ഞു, അച്ഛാ, എൻ്റെ മജ്ജയിൽ എനിക്ക് ക്യാൻസറാണ്, ഈ രോഗം ഒന്ന് സുഖപ്പെടാൻ വേണ്ടി പ്രാർത്ഥിക്കാമോ? ക്യാൻസർ രോഗം ബാധിച്ച ഈ യുവാവിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ദൈവാത്മാവ് ആ സമയം നൽകിയ ദൈവികമായ സന്ദേശം ഇപ്രകാരമായിരുന്നു: പരിശുദ്ധ മാതാവിൻ്റെ മാധ്യസ്ഥ നേടി 90 ദിവസം ജപമാല ചൊല്ലി പ്രാർത്ഥിക്കണം. പരിശുദ്ധ മാതാവിൻ്റെ മധ്യസ്ഥ വഴി ദൈവമായ കർത്താവ് 90 ദിവസം കൊണ്ട് നിൻ്റെ ശാരീരികമായ രോഗപീഠയെ സുഖപ്പെടുത്തും. നമ്മൾ എത്രമേര് തിരിച്ചറിയുന്നുണ്ട്? നമ്മൾ പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥ നേടി ഇപ്രകാരം പ്രത്യേകമായ നിയോഗങ്ങൾ വെച്ച് ശാരീരികമായ രോഗങ്ങൾ സുഖപ്പെടാൻ വേണ്ടി ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുമ്പോൾ പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥ വഴി കർത്താവ് നമ്മുടെ രോഗത്തെ സുഖപ്പെടുത്തുമെന്ന് ഈ മകന് ശുശ്രൂഷ കഴിഞ്ഞ് പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥ നേടി ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുകയാണ്. 56-ാമത്തെ ദിവസം എല്ലാ ടെസ്റ്റുകളും കഴിഞ്ഞപ്പോൾ ഡോക്ടർമാർ പറഞ്ഞു, ഈ മകൻ്റെ മജ്ജയിലെ ക്യാൻസർ പരിപൂർണമായി സുഖപ്പെട്ടിരിക്കുന്നു. ഈ രോഗം സുഖപ്പെട്ട് കഴിഞ്ഞ് 2 വർഷം കഴിഞ്ഞാണ് താബോറി വന്ന് ഈ മകൻ പിന്നീട് സാക്ഷ്യം പറയുക. ഇന്നെല്ലാം ജോലിയും ചെയ്ത് ആ മകൻ ജീവിക്കുന്നുണ്ട്. ഇങ്ങനെ തളർന്നു കിടക്കുന്ന വ്യക്തികൾ, മാരകമായ രോഗം ബാധിച്ച വ്യക്തികൾ, ഇവരെല്ലാം പരിശുദ്ധ മാതാവിൻ്റെ മാധ്യസ്ഥ തേടി പ്രാർത്ഥിക്കുമ്പോൾ, പ്രത്യേകിച്ച് ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുമ്പോൾ അവരെ കർത്താവ് സുഖപ്പെടുത്തുന്നതും ഈ സഭയ്ക്ക് നൽകിയ മക്കൾ ദൈവത്തിന് മഹത്വം നൽകുന്നതും കാണാൻ സാധിക്കാറുണ്ട്. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ദൈവം നൽകുന്ന അനുഗ്രഹങ്ങളെ ഓർത്ത് നമ്മൾ ദൈവത്തിന് മഹത്വം കൊടുക്കണം.
വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 14-ാം അധ്യായം 14-ാം തിരുവചനം. ഒരു രോഗിയും വീണ്ടും വീണ്ടും അത് ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കണം. ഈ വചനം ഇപ്രകാരമാണ്: അവൻ കരക്കിറങ്ങിയപ്പോൾ വലിയ ഒരു ജനക്കൂട്ടത്തെ കണ്ടു. അവരുടെ മേൽ അവന് അനുകമ്പ തോന്നി. അത് കഴിഞ്ഞ് വചനം പറയുന്ന ഇപ്രകാരമാണ്: അവരുടെ ഇടയിലെ രോഗികളെ കർത്താവായ യേശു സുഖപ്പെടുത്തുകയാണ്. അപ്പോൾ നമ്മുടെ ഇടയിലെ, നമ്മുടെ കുടുംബത്തിലെ, നമ്മുടെ സമൂഹത്തിലേക്ക് രോഗികളെ കർത്താവ് സുഖപ്പെടുത്താൻ ആഗ്രഹിക്കുന്നു. നമ്മൾ ഈ രോഗവുമായി കർത്താവിനെ സമീപിക്കണം. നമ്മുടെ രോഗങ്ങൾ സുഖപ്പെടാൻ വേണ്ടി, സൗഖ്യ ദൈവം നൽകാൻ വേണ്ടി വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 14-ാം അധ്യായം 14-ാം വചനം ഇന്നീ ദിവസം പല പ്രാവശ്യം ഉരുവിട്ട് നമ്മൾ പ്രാർത്ഥിക്കണം. യാക്കോബിൻ്റെ ലേഖനം 5-ാം അധ്യായം 15-ാം വചനം പറയുന്നു: വിശ്വാസത്തോടെയുള്ള പ്രാർത്ഥന രോഗിയെ സുഖപ്പെടുത്തും, കർത്താവ് അവനെ എഴുന്നേൽപ്പിക്കും. ഇന്ന് അനേക രോഗികളെ കർത്താവ് സുഖപ്പെടുത്തും, അനേക രോഗികളെ കർത്താവ് എഴുന്നേൽപ്പിക്കും. ഈ തിരുവചനം പല പ്രാവശ്യം ഈ ദിവസം പ്രത്യേകമായി ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കണം. നമ്മുടെ ദൈവം രോഗികളെ സുഖപ്പെടുത്തുന്ന ദൈവമാണ്. നമ്മുടെ ദൈവം സൗഖ്യത്തിൻ്റെ ദൈവമാണ്. അതോടൊപ്പം ഈ ദിവസം ദൈവികാരാധന കഴിഞ്ഞ് വ്യക്തിപരമായി ഇന്നത്തെ ജപമാല ഈ രോഗപീഠകൾ സുഖപ്പെടാൻ വേണ്ടി പ്രത്യേകമായി നമുക്ക് കാഴ്ചവെക്കാം. നമ്മുടെ പ്രത്യേകമായ പ്രാർത്ഥന നിയോഗങ്ങൾ താമ്പോലിലേക്ക് വാട്സപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ ഈ ദിവസം പ്രത്യേകമായി പ്രാർത്ഥിക്കും. വരും ദിവസങ്ങളിലും നിങ്ങൾക്ക് വേണ്ടി പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കും. നമുക്ക് ഒരുമിച്ച് ഈ ശുശ്രൂഷയിൽ മുന്നേറാം. ഈ ശുശ്രൂഷ അനേകർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും അനേകരിലേക്ക് പരിശുദ്ധ അമ്മ വഴി നല്ലവനായി ഈശോ കടന്നു വരാൻ വേണ്ടി നമുക്ക് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. ദൈവിക ആരാധനയിലേക്ക് നമുക്ക് പ്രവേശിക്കാം. തിരുവസ്തുവിനായി ഈശോയെ, ഈ സമയം ഞങ്ങളുടെ ജീവിതത്തിലേക്ക് പ്രത്യേകമായി കടന്നു വരണമേ എന്ന് പ്രാർത്ഥിക്കുന്ന സമയം. ജപമാല മാസത്തിലെ 6-ാം ദിവസമായി ഇന്ന് തിരുവസ്തുവിനായി ഈശോയുടെ കരങ്ങളിലേക്ക് നമ്മുടെ ജീവിതം മുഴുവനെയും നമ്മൾ ഈ സമയം കാണിച്ചു വെച്ച് പ്രാർത്ഥിക്കുന്ന സമയം. ഈശോ നമ്മുടെ ജീവിതത്തിലേക്ക് പ്രത്യേകമായി കടന്നു വരാൻ വേണ്ടി നമുക്ക് ആഗ്രഹിക്കാം. ജപമാല മാസത്തിലെ 6-ാം ദിവസമായി ഇന്ന് ഈ ദീപികാരനെ ആരാധനയിൽ നമ്മൾ പ്രാർത്ഥിക്കുന്നത് പരിശുദ്ധ അമ്മ ദൈവത്തിന് മഹത്വം നൽകിയതുപോലെ ദൈവമായ കർത്താവിന് മഹത്വം നൽകി നമ്മൾ ജീവിക്കണം എന്നൊരു വിഷയത്തെക്കുറിച്ചാണ്. പരിശുദ്ധ അമ്മ ദൈവമായ കർത്താവിന് മഹത്വം നൽകി ജീവിച്ചതുപോലെ നമ്മുടെ ജീവിതവും ദൈവത്തിന് മഹത്വം നൽകി ജീവിക്കുന്ന ഒരു ശൈലി സ്വന്തമാക്കാൻ വേണ്ടിയാണ് തിരുവചനം പ്രത്യേകമായി പറയുന്നുണ്ട്. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായം 46-ാം വചനം പറയുക: എൻ്റെ ആത്മാവ് കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു. പരിശുദ്ധ അമ്മ ദൈവത്തിന് മഹത്വം നൽകുകയാണ്. ജീവിതത്തിലുടനീളം പരിശുദ്ധ അമ്മയുടെ ജീവിതം മുഴുവനും നമുക്ക് കാണാൻ സാധിക്കുകയാണ്. ഈശോയ്ക്ക് മഹത്വം നൽകി ജീവിക്കുന്ന ശൈലിയാണ്. ഞാൻ ഈശോ ഈ ഒരു ശൈലി ഈ സമയം എൻ്റെ ജീവിതത്തിലേക്ക് നൽകണമെന്ന് ആഗ്രഹിച്ച് സാധിക്കുന്ന ഒരു കരങ്ങൾ കൂപ്പിപ്പിടിച്ചോ കരങ്ങൾ ഉയർത്തിയോ യേശുവേ 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 എന്ന് സ്തുതിച്ച് പ്രാർത്ഥിക്കട്ടെ. നമ്മുടെ ജീവിതത്തിലേക്ക് ദൈവമായ കർത്താവ് ഈ സമയം പ്രത്യേകമായി കടന്നു വരുന്ന സമയം. ഈ ദിവസത്തെ പ്രത്യേകമായ നിയോഗം തിരുവോസ്തുവിനായി ഈശോയെ അങ്ങയുടെ തിരുമുമ്പിൽ കാണിച്ചു വെച്ച് പ്രാർത്ഥിക്കുന്ന സമയം. ശാരീരികമായ രോഗപീഠയുള്ള എല്ലാ വ്യക്തികളെയും കർത്താവ് കടന്നു വരാൻ വേണ്ടി നമുക്ക് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കും. ശാരീരികമായ രോഗങ്ങളെ യേശുവിൻ്റെ നാമത്തിൽ വിട്ടുപോകാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. തിരുവോസ്തുവിനായി ഈശോയെ ക്യാൻസർ രോഗികളെ കാഴ്ചവെച്ച് പ്രാർത്ഥിക്കുകയും മറ്റു മാരകമായ രോഗം പിടിപെട്ട എല്ലാ വ്യക്തികളെയും കാഴ്ചവെച്ച് പ്രാർത്ഥിക്കുകയും കുടുംബങ്ങളിൽ രോഗികളെ കഴിയുന്നവരെ കാഴ്ചവെക്കുകയും വിവിധ ആശുപത്രികളിൽ ഈ ദിവസം
ഗുരുതരാവസ്ഥയിൽ കഴിയുന്ന എല്ലാ രോഗികളെയും കർത്താവെ സുഖപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്ന സമയം. രോഗം ബാധിച്ച് ഭയപ്പെട്ട് കഴിയുന്ന എല്ലാ വ്യക്തികളേക്കും ഈശോയെ സൗഖ്യമായി കടന്നു വരണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഓ തിരുവസ്തുരുവനായ ഈശോയെ, ഈ സമയം വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 14-ാം അധ്യായം 14-ാം വചനം വെച്ച് അങ്ങയുടെ മക്കൾ പ്രാർത്ഥിക്കുകയാണ്. ഞങ്ങളുടെ ഇടയിലുള്ള രോഗികളെ സുഖപ്പെടുത്തണമേ എന്ന് കടന്നീരോട് പ്രാർത്ഥിക്കുന്ന സമയം. എല്ലാ രോഗികളെയും കർത്താവെ സുഖപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്ന സമയം. പരിശുദ്ധ അമ്മയെ ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കണമേ എന്ന് അപേക്ഷിക്കുന്ന സമയം. യാക്കോബിൻ്റെ ലേഖനം 5-ാം അധ്യായം 15-ാം വചനം പറയുന്നു, വിശ്വാസത്തോടെയുള്ള പ്രാർത്ഥന രോഗിയെ സുഖപ്പെടുത്തും, കർത്താവ് അവനെ എഴുന്നേൽപ്പിക്കും. ഓ തിരുവസ്തുവിനായി ഈശോയെ, ഈ ദിവസം അനേക രോഗികളെ അവിടുന്ന് എഴുന്നേൽപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. യേശു വീണ്ടും രോഗികളെ സ്പർശിക്കുന്ന സമയം, യേശുവിൻ്റെ നാമത്തിൽ രോഗങ്ങൾ വിട്ടുപോകുന്ന സമയം, ഒരു കൂടി സാധിക്കുന്ന ഒരു കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തി എല്ലാ രോഗങ്ങളും യേശുവിൻ്റെ നാമത്തിൽ വിട്ടുപോകാൻ വേണ്ടി ഈ സമയം നമുക്ക് ചേർന്ന് കരമടിച്ച് നമുക്ക് പാടാം. യേശുവിൻ നാമത്തിൽ വിടുതൽ, യേശുവിൻ നാമത്തിൽ സൗഖ്യം, യേശുവിൻ നാമത്തിൽ വിടുതൽ, യേശുവിൻ നാമത്തിൽ സൗഖ്യം, യേശുവിൻ രക്തത്താൽ തിരുക്കുരിശിൻ ചുവട്ടിൽ പാപവും രോഗവും മാറട്ടെ, എന്റെ ബന്ധനവും കെട്ടുകളും അഴിയട്ടെ. പാപവും രോഗവും മാറട്ടെ, എന്റെ ബന്ധനവും കെട്ടുകളും അഴിയട്ടെ. ഇരുകരം ഉയർത്തി വിളിക്കുന്നു, യേശുവേ എന്ന് വിളിക്കുന്നു. യേശുവേ, 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 യേശുവേ. ഈ സമയം യേശു തരുന്ന ആശീർവാദം നമ്മൾ സ്വീകരിക്കുകയാണ്. സാധിക്കുന്നവരും മുട്ടുകുത്തി കരങ്ങൾ കൂപ്പി ഈ സമയം യേശു തരുന്ന ആശീർവാദം നമുക്ക് സ്വീകരിക്കാം. പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും മർത്തിനു നീ മോചനമേകി. സകലേശാദിവ്യ കടാക്ഷം തൂകണമേ വത്സലസുതരേ, നിർമ്മലരായി ജീവിച്ചിടുവാൻ ചിന്തണമേ ദിവ്യവരങ്ങൾ. യേശുവേ, 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 ആരാധന, യേശുവേ, ആരാധന, ദൈവമേ, യേശുവേ, ഹല്ലേലൂയ, യേശുവേ, യേശുവേ, ആരാധന, യേശുവേ, ആരാധന, യേശുവേ, ആരാധിക്കുന്നു, പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാം ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന, എന്നുമെന്നും അങ്ങേക്കാരാധന. ജപമാലയൊരെണ്ണം കയ്യിലുണ്ടെങ്കിൽ ഇഹലോക ജീവിതം ധന്യമാക്കാം. ജപമാലയൊരെണ്ണം കയ്യിലുണ്ടെങ്കിൽ
ജീവിതം ധന്യമാക്കാം.